പണ്ട് കാലത്ത് അച്ഛൻ്റെ ചെറിയ ചെറിയ ആർട്ടിക്കിളൊക്കെ വരുന്ന സമയത്ത് അമ്മ അതിനെ രാത്രിയാകുമ്പോൾ മറ്റേ കത്രിക വെച്ച് കട്ട് ചെയ്ത് അത് ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അച്ഛനെ പറ്റിയിട്ട്. അപ്പം അച്ഛനെ പറ്റി പിന്നെ വന്ന് തുടങ്ങിയപ്പോഴേ കുറെ വന്നോളൂ ഇത് എത്ര മുറിച്ച് വെക്കും അങ്ങനെ. പിന്നെ അത് നിർത്തി. പിന്നെ അപ്പോഴേക്കും ഏട്ടൻ സിനിമയിൽ വന്നു. അപ്പം ഏട്ടൻ തുടങ്ങി വന്നപ്പോഴേക്കും ഏട്ടന്റെ ആർട്ടിക്കിളൊക്കെ കത്രി വെച്ച് മുറിച്ചൊട്ടിക്കാൻ തുടങ്ങി. ഞാൻ വന്നിട്ടില്ല അന്ന് സിനിമയിൽ. അപ്പൊ ഇതും എല്ലാ ദിവസവും ഇവരൊക്കെ മുറിച്ചൊട്ടിക്കുന്നുണ്ടല്ലോ. പിന്നെ സ്വാഭാവികമായിട്ടും നീ ഒരു മുറിച്ചൊട്ടിക്കാൻ ഒരു സാധനം പോലും ഒന്നിനും എന്നുള്ള രീതിയിൽ ഇപ്പൊ ഒട്ടിച്ചു. കാരണം ആഴ്ചക്കാഴ്ചക്ക് പടം ഇറങ്ങുന്നു. ഇഷ്ടംപോലെ പടം ഇറങ്ങുന്നു. ആ ഭിത്തി മൊത്തം. മാത്രമല്ല എനിക്കൊന്ന് കഴിഞ്ഞ 2 കൊല്ലങ്ങളെ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് ധ്യാനായിരുന്നു. കണക്കില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിനകത്ത് ഇപ്പൊ ലാലിന്റെയും ശ്രീനിവാസന്റെയും കഥ ഇതിനകത്ത് ഈ സിനിമയിൽ ഉണ്ടല്ലോ, ഒരു പരിധി ഉണ്ടല്ലോ. അപ്പൊ ഈ ശ്രീനിയേട്ടനോട് എന്തെങ്കിലും ചോദിച്ചിരുന്നു? ഇല്ല. ഇവര് തമ്മിൽ നമുക്ക് മനസ്സിലാകാത്ത ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്തിരി ഉടക്കിയാലും പിറ്റേന്ന് രോഗിയാവുന്നു, അല്ലെ മുറിച്ചു മാറ്റിയാലും മുറി കൂടും എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാ പോകുന്നത് രണ്ടുപേരും. അത് എനിക്ക് തോന്നുന്നു ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. ഉടക്കെ തന്നെ ജീവിക്കും. ശരിക്കും നമുക്ക് ഒരാളോട് പിണക്കം ഉണ്ടെങ്കിൽ നമ്മൾ ആ പിണക്കം കാണിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്നാവും. പക്ഷെ ഇവരങ്ങനെയല്ല. അപ്പൊ ഈ പെട്ടി എടുത്ത് വീട്ടിൽ ചെന്നിട്ട് ശ്രീനേട്ടൻ അറിഞ്ഞു ഈ സംഭവം? വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ഇത് എന്നോട് കുറെ പേര് ഇന്റർനാഷണൽ കോടതിയിൽ റഫർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ചില പ്രലോഭനങ്ങളിൽ ഞാൻ വീണ് അന്ന് രാത്രി കുറച്ച് അവിടെ കിടന്ന് ഇതായി പോയി. പിറ്റേ ദിവസം എന്നെ വിളിച്ച് പോയേ പറ്റൂ, ലൊക്കേഷനിൽ എത്തിയേ പറ്റൂ. അല്ലല്ല, ഇവരെ കൂട്ടുകാരെ, സിനിമയിലുള്ള കൂട്ടുകാരൊക്കെ തന്നെ പറഞ്ഞു. പോയി ഷോട്ടിന് നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓടി പോകേണ്ട ഒരു എന്ന് വെച്ചാൽ മഴയത്ത് ഓടിപ്പോകുന്ന ഒരു ഷോട്ടായിരുന്നു. അപ്പൊ റെയിൻ എന്നൊക്കെ പറയുന്നു, റെയിൻ വിളിക്കുന്നു, റൺ എന്ന് പറയുന്ന സമയത്ത് ഞാൻ കൈകെട്ടി അവിടെ ഇങ്ങനെ നിന്നു. കുറെ ആൾക്കാരുണ്ട്, ക്രൗഡൊക്കെ ഉള്ള ഒരു ബെൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്ത് കർണാടകയിൽ ഷൂട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓടിയില്ല. പൊട്ടിത്തെറിക്കാറായിട്ടില്ല. അതിന് മുന്നേ തന്നെ ഒരു 3 തവണ റണ്ണ് പറഞ്ഞു. 4ാം തവണ പറഞ്ഞപ്പോഴേക്കും റൺ ചെയ്യാതായപ്പോഴേക്കും മഴയൊക്കെ നിർത്തി ഏട്ടൻ വന്നു. അപ്പൊ ഏട്ടൻ തലേ ദിവസം ഇതൊന്നും സംഭവിക്കാത്ത പോലെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത് പറ്റി എന്ന് ചോദിച്ചു. ഇത് പറ്റി എന്താ ഓടാത്തേ എന്ന് ചോദിച്ചു. ഞാൻ ഓടില്ല എന്ന്. ഈ ബാക്കിയുള്ളവർക്കൊക്കെ ഈ പ്രശ്നം അറിയാം. കാരണം ഞാൻ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇവർക്കൊക്കെ അറിയാം ഇന്ന് ഷൂട്ട് എന്തായാലും ഉച്ചവരെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിനൊരു തീർപ്പാക്കാതെ എനിക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തല്ലിയവനെ ചേട്ടൻ ചീത്ത വിളിക്കണം. ഓക്കെ, എന്നെ എന്തിനു തല്ലി, അതാണ് എനിക്ക് വേണ്ട. അപ്പൊ എല്ലാരും അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഏട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു എന്താ പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ തല്ലിയതിന് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ ചേട്ടനായ നിങ്ങളെയാണ് അത് തല്ലിയെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. നിങ്ങൾ എന്തുകൊണ്ട് അവനോട് ചോദിച്ചില്ല? അപ്പൊ എന്തായാലും ഇപ്പൊ ഈ നമ്മുടെ OTT വെച്ചിട്ട് ചേട്ടനെ കയറി തേച്ച് കേട്ടോ. പക്ഷെ ഇനിയിപ്പോ ധ്യാൻ ഒരു കാര്യം ചെയ്യാം. അത് ഞാൻ തേച്ചതല്ല. ധ്യാൻ ഇന്റർവ്യൂ കയറി സംഭവം അടിച്ചില്ലേ? അല്ല, അത് ജനങ്ങള് തേച്ചപ്പോഴേക്കും അവരുടെ കൂടെ എക്സാക്ട്ലി ജനങ്ങളുടെ അഭിപ്രായമായിട്ട് ധ്യാൻ എന്താ പറഞ്ഞത്? പടം അത്ര കാണാൻ കൊള്ളാത്ത പടമെന്ന് പറഞ്ഞു. അല്ലല്ല അല്ല, ഒരു സിനിമയാകുമ്പോ 1% ആൾക്കാർക്ക് ആ സിനിമ ഇഷ്ടപ്പെടുന്നുള്ളൂ. അല്ലല്ല, ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളും പാളിച്ചകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ കാരണം ഈ സിനിമക്ക് ഇനി എന്റെ അഭിനയം മോശമായിട്ട് ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തന്നെ മനസ്സിലായി സിനിമക്കൊരു അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഈ OTTന്റെ ഒരു നല്ലൊരു കച്ചവടം പറഞ്ഞു വെച്ചിരുന്ന അതിനൊരു ഇടിവ് അടക്കം വന്നു. പോയില്ല, പോയേരെ ജസ്റ്റ്. കാരണം അതില് പ്രധാന നടൻ പോയിട്ട് ഇതെന്ന് പറയുമ്പോ അവരും വിചാരിക്കില്ല. എനിക്കിപ്പം ധ്യാനിവിടെ വന്ന് സന്തോഷമായി. പ്രത്യേകിച്ച് ധ്യാനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ധ്യാൻ ഇനി എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾ വിനീതും ധ്യാനും കൂടെ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതിന് പരിഹരിക്കാൻ പറ്റും 2 പുതിയ കക്ഷികളെ ഞാൻ അഥവാ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചതിന് പറ്റിയ ആഗ്രഹം ഞാൻ 2 പേരെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. ധ്യാൻ ടെൻഷൻ വേണ്ട, അവരെ നമുക്ക് കൂടെ കൊണ്ടുവരാം. PCR നമ്മുടെ ഗസ്റ്റ് ശ്രീനേട്ടാ നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ? ശ്രീനേട്ടാ, ധ്യാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. ഞാൻ പറയായിരുന്നു വിനീതും ധ്യാനും കൂടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കോടതിയായിട്ട് 2 പേരെ പരിചയപ്പെടുത്താന്ന് വെച്ചാൽ പരിചയപ്പെടുത്തി. അല്ല, അച്ഛൻ ആ പടം ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു. അല്ല, ശ്രീനേട്ടൻ ആ പടം ഇഷ്ടപ്പെട്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം? ഞാൻ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞപ്പോലെ
ഇപ്പൊ പറഞ്ഞാൽ ഭയങ്കര സൗകര്യമായിരിക്കും. എനിക്ക് ഇതിനൊരു ചോദ്യം ചോദിക്കാൻ ഉണ്ടായിരുന്നു. അല്ല, ആ പടത്തിന്റെ ടൈറ്റിൽ തന്നെ വർഷങ്ങൾക്ക് ശേഷം. നമ്മള് മുൻകൂട്ടി അഭിപ്രായപ്പെടുന്നത് ശരിയല്ലല്ലോ. വർഷങ്ങൾക്ക് ശേഷം തന്നെ പറയാം. അപ്പൊ ഇനി കുറെ കാലം കഴിയുമോ ശ്രീനേട്ടന്റെ അഭിപ്രായം വരാൻ? ധ്യാനം ഈ അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കുറച്ചു കാലം കഴിയും. അതിനിടയിൽ ശ്രീനേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അതായത് ധ്യാന് നല്ല ഹ്യൂമർ സെൻസ് ആന്ന് പറഞ്ഞു. പറഞ്ഞിപ്പോ ഒരു പടത്തിന്റെ ഇടപാട് തീർക്കാനുള്ള ഹ്യൂമർ അടിച്ചത്. അയ്യോ, അത് തിയേറ്ററിൽ ഓടി തിയേറ്ററിൽ കഴിഞ്ഞു. OTT മാത്രമല്ല, OTT പ്രേക്ഷകർക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ. എന്താ പറഞ്ഞു പറഞ്ഞതേ അല്ല, അതിനെപ്പറ്റി അച്ഛന് നടന്ന സംഭവത്തിനെ കുറിച്ച് അറിയില്ല. അല്ല, അമ്മയോട് ചോദിക്കാം. ധ്യാന്റെ ഒരു കാര്യം എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞതേ, ഈ ഇദ്ദേഹത്തിന് ഇഡ്ഡലി ഇഷ്ടമല്ല. അപ്പൊ ഇഡ്ഡലി കഴിപ്പിക്കാൻ 1000 രൂപ വെച്ചിട്ട് 5 ഇഡ്ഡലി 5000 രൂപ കൊടുത്ത് കഴിപ്പിക്കേണ്ടി വന്നെന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? എന്തിനും കാശാണോ ഈ പയ്യന്? ധ്യാനോട്ടിന് 1000 രൂപ എന്നല്ലേ പറഞ്ഞത്? ഞാൻ 1 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും.